ज़्यादा मज़ा आने के जितना कुछ मैं बताऊंगा और कुछ मन में भी रखूंगा आगे के लिए। पूरा नहीं बोलेंगे। तो सबसे पहला कारण तो मैंने बता ही दिया। दूसरा कारण जो वो आए थे गुलाटी इंस्टीट्यूट से, और शायद आप सबको याद होगा उन्होंने कुछ ऐसी बातें बोली थी जिसको सुनने के लिए हम लालायित रहते हैं। എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ള ദിവസമാണെന്ന് പറഞ്ഞതിൽ പല കാരണങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങളെ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ, കുറച്ച് ഞാൻ പറയില്ല. അതിൽ രണ്ടാമത്തെ കാര്യം, ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയ ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചീഫായിരുന്ന ഡോക്ടർ തോമസ് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. बहुत बड़ी बड़ी बातें बोली थी उन्होंने। कभी भी गवर्नमेंट बॉडी हमेशा हमारी वीकनेस या कमियां देखती है और उनको फुलफिल करना बड़ा मुश्किल काम होता है, लेकिन उन्होंने अपने मुंह से बोला है कि डायरेक्ट सेलिंग का रियल मॉडल है ये आरसी। അതായത് ഗവൺമെന്റ് ഏജൻസീസ് നമ്മുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതിനാണ് എപ്പോഴും മുന്നോട്ട് വന്നിട്ടുള്ളത്. ചരിത്രം പരിശോധിക്കുമ്പോൾ 25 വർഷത്തെ നമ്മുടെ ജേണിയിൽ ഇന്ന് അദ്ദേഹം ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ഇവിടെ നിന്ന് പറഞ്ഞതാണ്, യഥാർത്ഥ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് RCM ആണെന്നാണ്. थर्ड रीजन जो मुझे आज बहुत बहुत ज़्यादा अच्छा लगा, मैंने बहुत सारे बेटों को अचीवमेंट लेते हुए देखा, चाहे वो सीपी सर का बेटा हो, चाहे मूर्ति सर का बेटा हो, चाहे गोपा सर का बेटा हो, बहुत सारे बीनू सर की वाइफ को मैंने आज पहली बार एक अलग अचीवमेंट लेते हुए देखा। तो जो अब बेटे आ गए ना, तो जैसे मेरे को मेरे बेटे और बेटी जो आते हैं तो एक जो सेटिस्फेक्शन और जो एक फ्यूचर जो सेफ दिखता है और फ्यूचर जो बड़ा दिखता है, उसमें आने वाली जनरेशन का आना बहुत ज़रूरी है। മൂന്നാമത്തെ കാരണം, ഏറ്റവും സന്തോഷമുള്ള ദിവസം മൂന്നാമത്തെ കാരണം, ധാരാളം ചെറുപ്പക്കാർ, നെക്സ്റ്റ് ജനറേഷൻ ആളുകൾ, ഒത്തിരി പേര് ഇവിടെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയതായിട്ട് കണ്ടു. അതുപോലെ സ്ത്രീകളുടെ സാന്നിധ്യം പറഞ്ഞത്, എന്നോടൊപ്പം ഡോക്ടർ ഹരി വന്നിട്ടുണ്ടായിരുന്നു, സുജിസാറിൻ്റെ മകൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, സുബിൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പല ലീഡേഴ്സിൻ്റെയും മക്കൾ, ചെറുമക്കൾ, ഒത്തിരി പേര് ലേഡീസ്, നമ്മുടെ സിസിലി മാഡം ഇന്ന് സ്റ്റേജിൽ വന്നത് സാറ് പ്രത്യേകം ശ്രദ്ധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ അതിനർത്ഥം എന്താണ്? നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ഇനി വരുന്ന തലമുറയിൽ സുരക്ഷിതമാണ് എന്നുള്ള ഒരു പ്രതീതിയാണ് ഇത് ജനിപ്പിക്കുന്നത്. अब बाकी तो बहुत सारी चीज़ें हैं, आप हर चीज़ में बेस्ट परफॉर्मेंस पहले भी दिया है, अभी भी दे रहे हैं, चाहे वो कीसोल हो, चाहे ग्रोथ हो, चाहे डिपो टर्नओवर हो, चाहे स्टोर टर्नओवर हो, हर चीज़ में केरला वाकई में एक एग्जाम्पल है. हमारे लिए भी, RCM के लिए भी एक एग्जाम्पल है. ഓരോ സെഗ്മെന്റിൽ മാറ്റം മാത്രമല്ല, പലതരത്തിലും വ്യക്തിപരമായ പ്രവർത്തനത്തിലും സ്റ്റോറുകളുടെയും ബ്രാൻഡിൻ്റെയും ഒക്കെ പ്രവർത്തനത്തിലൊക്കെ നോക്കുമ്പോൾ കേരളം എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുള്ള അഭിനന്ദനമാണ്. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്കത് സ്വീകരിക്കാം. നിങ്ങൾക്കുള്ള അഭിനന്ദനമാണത്. मेरे बारे में आप बहुत सारी जो बातें कहते हैं, मैं उसको क्लियर कर देना चाहता हूँ आज. आप लोग बांसुरी जानते हैं? फ्लूट ഓടക്കുഴൽ അറിയാം? ഓടക്കുഴൽ, യെസ്. मैं एक्चुअल में हूँ बांसुरी, बजाने वाला कोई और है. जो वो बजाता है मैं वैसा बज जाता हूँ. मैं कुछ भी नहीं करता हूँ. मुझे जो भी प्रेरणाएं मिलती है ऊपर से, जो भी विचार आते हैं, जो भी थॉट्स आते हैं, वो बस मैं उसमें यस ये आदेश है और मुझे उस पर काम करना, बस इतना ही करता हूँ मैं. इससे ज़्यादा मैं कुछ भी नहीं करता हूँ. और अपने आप सब होता है. आप जैसे दोस्त मिलते हैं, अपने आप
काम होते हैं। तो ये मैं अपने बारे में बहुत क्लियर करना चाहता हूँ आप। എന്നെക്കുറിച്ച് ആളുകൾ ഒത്തിരി പുകഴ്ത്തിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്നെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഓടക്കുഴൽ അറിയാമോ എന്നാണ് ചോദിച്ചത്. ഓടക്കുഴൽ തനിയെ പാടാൻ പറ്റുമോ? പാട്ടുകാരൻ്റെ വിരുദാണ് ആ ഓടക്കുഴലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ എനിക്ക് കിട്ടുന്ന ചിന്തകൾ, എനിക്ക് ദൈവം അല്ലെങ്കിൽ എനിക്ക് പരമാത്മാവ് തരുന്ന ആ തോട്ട്, ആ ശക്തി ഞാൻ നിങ്ങളുടെയൊക്കെ സഹകരണത്തോടു കൂടി ചെയ്യുമ്പോഴാണ് ഓടക്കുഴലിൽ നിന്ന് നല്ല നാദം വരുന്നത് പോലെ ഇത് നമുക്ക് ഫലം തരുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള നല്ല സുഹൃത്തുക്കളാണ് ആർസിഎമ്മിനെ ആളുകളിലെത്തിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അതും ഒരു നല്ല കാര്യമാണ്, നിങ്ങൾക്കുള്ള ഒരു അഭിനന്ദനം തന്നെയാണ്. കാരണം ഓടക്കുഴൽ വിളിക്കുന്നത് നിങ്ങളാണെന്നാണ് പറഞ്ഞത്. നല്ലൊരു കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയാകാം. थैंक यू सर। रूपांतरण यात्रा भी एक ऐसा ही विचार है जो ऊपर वाले से मिला हुआ है, और उस विचार के पीछे बहुत कुछ है, बहुत सारा प्रोजेक्ट है उसके पीछे। वो मैं बताऊंगा आपको। जो भी आए हुए हैं विचार, क्यों है रूपांतरण यात्रा, ये कोई छोटी मोटी घटना नहीं है, कोई उत्सव की बात नहीं है। ये रूपांतरण है। कुछ और भी नाम हो सकता था, सेलिब्रेशन प्रोग्राम भी हो सकता था, ये सिल्वर जुबली प्रोग्राम भी हो सकता था, पर रूपांतरण यात्रा जो शब्द आया है, इसके पीछे साथियों बहुत बहुत बड़ा मैसेज है जो मैं आपको ज़रूर बताना चाहूँगा। പറഞ്ഞു, എനിക്ക് കിട്ടുന്ന ചിന്തകളാണ് ഓരോ കാര്യം ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ രൂപാന്തരണ യാത്ര എന്ന് പറയുമ്പോൾ ആ ഒരു വാക്ക് തന്നെ വളരെ അർത്ഥവത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്ത് ചെയ്യണം? ഇതൊരു വ്യത്യസ്തമായ തീരുമാനമാണ്. ആർസിഎമ്മിൻ്റെ സിൽവർ ജൂബിലി സെലിബ്രേഷൻ എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ആ ഒരു വാക്കിൻ്റെ അർത്ഥം, ഇത്രയും വലിയൊരു കാര്യം ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത് എനിക്ക് കിട്ടിയ ഒരു പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനൊരു പേര് പോലും എനിക്ക് കിട്ടിയ പ്രേരണയാണ്. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. मैं अनुरोध करूँगा, अब जो मैं आपको बोलने वाला हूँ उसको आप मेरी तरफ से नहीं सुनेंगे, उसको आप सुनेंगे एग्जिस्टेंस की एक आवाज़ है हम सब के लिए, अस्तित्व की आवाज़ है, उसको हम सुनेंगे। ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞാൻ പറയുന്നതായിട്ടായിരിക്കരുത്, മറിച്ച് നമ്മുടെയൊക്കെ നിലനിൽപ്പിന് ആധാരം എന്താണോ അവിടുന്ന് വരുന്ന ഒരു ചിന്തയായിട്ട്, അവിടുന്നുള്ള ഒരു പ്രേരണയായിട്ട് നിങ്ങൾക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയണം. നമ്മുടെ നിലനിൽപ്പിന് ആധാരം എന്താണോ അവിടുന്നുള്ള ഒരു പ്രേരണയായിട്ട് നിങ്ങൾക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയണം. सबसे पहला जो बात है उसका, रूपांतरण यात्रा के माध्यम से हमें इस देश के हर घर में एक आवाज़ पहुंचानी है, सच्चाई की आवाज़, पवित्रता की आवाज़, स्नेह की आवाज़, और एक ऐसे राष्ट्र का निर्माण करने की आवाज़ जहाँ सिर्फ और सिर्फ 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 हम सब एक हो जाएं, ये पूरा देश एक हो जाए, एक बंधन में बन जाए। അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സത്യസന്ധതയുടെയും സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഭാഷ ഇന്ത്യയിലെ എല്ലാ വീടുകളിലും എത്തിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. उसके लिए यदि हम सब ठान लेते हैं, अगर हम इस आवाज़ को आदेश मान लेते हैं, उसके अनुसार हम अपने आप में जो अंदर रूपांतरण करने हैं, हमें भीतर के रूपांतरण, अंदर के रूपांतरण करने हैं, हमारी इच्छाओं को रूपांतरित करना है, हमें अपने लिए नहीं जीना है, हमें इस देश दुनिया के लिए जीना है। हमारे से ऊपर होना चाहिए आरसीएम हमारे, हम आरसीएम नहीं कर रहे हैं, आरसीएम हमारे से बहुत ऊपर की बात है। हम उसके सेवक हैं, हम उसके आदेश पे चलने वाले
सेवक है, सेना है। അതായത് ഇന്ത്യയിലെ ഓരോ വീടുകളിലും ആശമിന്റെ നന്മ എത്തിക്കണമെങ്കിൽ നമുക്ക് സ്വയം കിട്ടാമെന്ന് പറയുന്ന നേട്ടത്തെക്കാൾ ഉപരി അവനവന്റെ കാര്യത്തെക്കാൾ ഉയർന്ന തലത്തിൽ ആശമിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. അങ്ങനൊരു ചിന്താഗതിയോടുകൂടി ഇത് ഒരു എന്താ പറയുക, ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു നിർദ്ദേശമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് ആധാരമായ ശക്തി എന്താണോ അവിടുന്നുള്ള ഒരു നിർദ്ദേശമായി കണ്ടുകൊണ്ട് അവനവന് വേണ്ടതിനേക്കാൾ ഉയർന്ന സ്ഥാനം കൊടുത്തുകൊണ്ട് ആർസിമിനെ ഇന്ത്യയിലെ ഓരോ ഭവനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണം. അതിന് തയ്യാറാണോ? ആർ യു റെഡി? यस मूर्ति जी, मुझे पता है अच्छी तरह से, क्योंकि मैं अभी बोल रहा था जो आदेश मिला है, अब मैं अपनी तरफ से बोलता हूँ। ये सब काम जब हमें बताए जाते हैं तो हमारा मन एक ऐसा बोलता है कि बहुत मुश्किल काम है, ये हमारे बस की नहीं है, या हम इतना पेन क्यों ले, हम अपने आप को इतना कैसे बदलेंगे। बहुत सारे सवाल जब हम अपनी ओर से सोचने लगते हैं तो वो आते हैं, मेरे भी मन में आते हैं, निश्चित तौर पे आपके मन में भी आ रहे होंगे कि पूरे देश को बदलना, जहाँ इतना प्रॉब्लम्स है, इतनी नफरत, ईर्ष्या, धोखा, चोरी, फरेब, यहाँ जहाँ सब कुछ आदमी इतना स्वार्थ से जी रहा है, वहाँ हम इतना बड़ा बदलाव लाना चाहते हैं कि सब आपस में स्नेह बंधन में, एकता में आ जाए। बड़ा मुश्किल लगेगा आपको साथियों, मुश्किल लगेगा, ये मैं पहले आपको याद दिला रहा हूँ, उसके बाद मैं आपको आगे की बात बताऊँगा. അതായത് സത്യസന്ധത, സ്നേഹം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും, നമ്മൾ ഒറ്റയ്ക്ക് ചിന്തിക്കുമ്പം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഇതൊക്കെ പ്രയാസമുള്ള കാര്യമാണെന്ന് നമുക്ക് പലർക്കും തോന്നിയേക്കാം. ശരിയാണ്, ഒറ്റയ്ക്ക് ചിന്തിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. എന്നാൽ കാരണം എന്താണ്? നമ്മൾ കാണുന്ന മുഴുവൻ സമൂഹത്തിലുള്ള തിന്മകളാണ്. മോഷണം, ഉപദ്രവം, അല്ലെങ്കിൽ കള്ളം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് തനിയെ എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. നാം ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട്, അസാധ്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം. परंतु अब वापस फिर मैं उसी की बात कहना चाहूँगा. उसका इशारा ये है, आपको जो जीवन मिला है ना, लोग भूल गए, खुद को भूल गए, इंसानियत को भूल गए, अपने अस्तित्व को भूल गए कि हम इस धरती पर क्यों आए हैं. तो ऊपर वाला कहता है, आरसीएम तुम्हारा पेट भरने के लिए नहीं है, आरसीएम पैसा कमाने के लिए नहीं है, आरसीएम नए भारत के निर्माण के लिए. ആ ഡെസ്റ്റിനി നമ്മളോട് പറയുന്നത് നിങ്ങളുടെ വയറ് നിറയ്ക്കാനോ നിങ്ങൾക്ക് വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ പൈസ ഉണ്ടാക്കാനോ വേണ്ടിയുള്ളതല്ല, മറിച്ച് ഇന്ത്യയുടെ സമസ്ത പുരോഗതിക്ക് ഉള്ള ഈ അവസരം ജനങ്ങളിൽ എത്തിക്കുക, അങ്ങനെ ഇന്ത്യയെ നവീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയുള്ള ഓരോ പടയാളികളാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് നിങ്ങൾ തിരിച്ചറിയണം. उससे जब बात होती है तो मैं भी पूछता हूँ कि दुनिया को अभी पैसा चाहिए, उसको पैसे के अलावा कोई ज़्यादा इच्छा ही नहीं है. पैसे की बात करो तो दुनिया बहुत जल्दी सुनती है और बाकी बातों में बहुत जल्दी उदासी आती है. लोग ज़्यादा सुनना नहीं चाहते हैं बदलाव की बात, रूपांतरण की बात, अच्छाई की बात, अच्छे समाज की बात. तो क्या करें? तो जवाब क्या आता है? सुनना चाहते हैं? कौन कौन सुनना चाहते हैं जवाब? എല്ലാവർക്കും പൈസയെ കുറിച്ച് കേൾക്കാനാണ് ആഗ്രഹം. ബാക്കി എന്ത് പറഞ്ഞാലും ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമില്ല. ആരോഗ്യത്തെക്കുറിച്ചോ സ്നേഹത്തെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചൊന്നും പറഞ്ഞാൽ കേൾക്കാൻ ആൾക്ക് താല്പര്യമില്ല. പൈസയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ലോകം പോകുന്നത് അങ്ങനെ പൈസയുടെ പുറകെയാണ്. എന്നാൽ അതിനൊരു മറുപടിയുണ്ട്. അത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. കേൾക്കാൻ താല്പര്യമുണ്ടോ? तो ऊपर वाला क्या कहता है? वो कहता है तुमको पैसा चाहिए, तुमको सफलता चाहिए, तुमको आरोग्य चाहिए, तुमको सम्मान चाहिए,
तुमको बहुत सारी जो भी चीज़ें चाहिए वो तब ही मिल सकती है जब तुम वो करो जो मैं तुम्हें कह रहा हूँ. അതായത് നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ അതും, ആരോഗ്യം വേണമെങ്കിൽ അതും, സന്തോഷം വേണമെങ്കിൽ അതും, കൂട്ടായ്മ വേണമെങ്കിൽ അതും, അങ്ങനെ എല്ലാ തരത്തിലുള്ള വളർച്ച നിങ്ങൾക്ക് ഞാൻ തരാം. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ, ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്താൽ. കേൾക്കാൻ തയ്യാറാണോ? ആരാ പറയുന്നത്? TCG അല്ല. ഒന്ന് കൈ പൊക്കിക്കേ മുകളിലേക്ക്. ആരാ പറയുന്നത്? അതാ പറഞ്ഞത്. ഇന്നിവിടെ വരാൻ കഴിഞ്ഞത് ഭാഗ്യമുള്ളതുകൊണ്ടാണ്. ऊपर वाले से सुनना. तो ऊपर वाला कहता है कि आप पैसे की चिंता छोड़ो, और उसने RCM बनाया ऐसा है कि आप RCM को RCM की वैल्यूज के लिए करो, दुनिया को अपना बनाओ ना, उन्हें एक सिस्टम में ले आओ, एक बंधन में ले आओ. पैसे की आप चिंता करना छोड़ दीजिए. पैसा ही पैसा होगा, पैसा ही पैसा होगा, आनंद ही आनंद होगा, और कोई जीवन में कमी नहीं रहेगी. पर करना की शर्त एक ही है, और वो सबसे पहले होना चाहिए आपस का स्नेह है. आप वो करो, बाकी चिंता मेरे ऊपर छोड़ दो. मैं ऊपर वाले की तरफ से आपको कह रहा हूँ. അപ്പോൾ മുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം എന്താണ്? നിങ്ങൾ പൈസയെക്കുറിച്ച് ആലോചിക്കേ വേണ്ട. ഈ നല്ല സിസ്റ്റത്തിലേക്ക് സ്നേഹത്തോടെ എല്ലാവരെയും കൊണ്ടുവരിക. സ്നേഹത്തോടെ ഈ സിസ്റ്റത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക. ഈ സിസ്റ്റം എന്താണോ പറയുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ സിസ്റ്റം നമുക്ക് തരും. तो दोस्तों, अगर बड़ा चाहिए ना, बहुत बड़ा, जितना हम सोच भी नहीं सकते, तो अपन तो उसी के कहे अनुसार चल पड़ते हैं. मैं तो चल पड़ा हूँ. जो भी है जीवन, जितना भी बचा है, जो भी है, जो सोच, जो शरीर, जितना भी है, मेरा एक ही मकसद है, इस दुनिया को आपस में जोड़ना. यही मकसद है जीवन का. അപ്പോൾ ഈ ഒരു അറിവ് അല്ലെങ്കിൽ ഈ ഒരു വെളിപാട് എനിക്ക് കിട്ടിയതോടുകൂടി എൻ്റെ ലക്ഷ്യം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ലോകത്തെ മുഴുവൻ ഈ നന്മയിലേക്ക് കൂട്ടിച്ചേർക്കുക. ആളുകളെ മുഴുവൻ ഈ നന്മയിലേക്ക് കൂട്ടിച്ചേർക്കുക. ഈ സ്നേഹത്തിലേക്കും ഈ ആരോഗ്യത്തിലേക്കും ഈ സത്യസന്ധതയിലേക്കും ആളുകളെ മുഴുവൻ കൂട്ടിച്ചേർക്കുക. ആ ഒറ്റ കാര്യം നമുക്ക് ചെയ്യാനുള്ളൂ. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണോ? तो इसमें मुझे तो बहुत अच्छा भी लग रहा है, मुझे सब कुछ मिल भी रहा है. कौन मुझे केरल में आके इतना स्नेह देता है? मेरी तो हैसियत नहीं थी. मुझे कौन जानता? मुझे कौन पूरे देश में इतना जानता? मेरे पास कैसे इतना पैसा होता? मैं तो एक व्यापार करता था, मेरे पास इसके मुकाबले 1% भी नहीं था. खूब पैसा भी मिल रहा है, सम्मान भी मिल रहा है, स्नेह भी मिल रहा है, जीवन का एक बहुत बेहतरीन अनुभव मिल रहा है. सबसे बड़ी बात जो मेरा जो अचीवमेंट है, हम जीवन को यूं ही गुजार देते हैं. मुझे लग रहा है ये 100 जन्म में जो लोग नहीं करते हैं, हमें एक जन्म में करने का मौका मिल रहा है. इससे ज़्यादा क्या चाहिए सर? അതായത് ഞാനൊരു സാധാരണ കച്ചവടക്കാരനായിരുന്നു, സാധാരണ വ്യാപാരം ചെയ്തിരുന്ന ആളാണ്. എനിക്കതിനോട് ഇഷ്ടം പോലെ പൈസ കിട്ടുമായിരുന്നു. എന്നാൽ ഈ സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ, RCMലേക്ക് വന്നപ്പോൾ എനിക്കെന്താണ് ഇല്ലാത്തത്? എനിക്കിഷ്ടം പോലെ പൈസ കിട്ടുന്നു, അതുപോലെ ഇത്രയും വലിയ ഒരു സൗഹൃദം, സ്നേഹം, സമ്മാനം, ആദരവ്, ബഹുമാനം, അങ്ങനെ ആളുകളുടെ ഇടയിലേക്ക്. ഇതിൽ കൂടുതൽ ഒരാൾക്ക് എന്താണ് വേണ്ടത്? സാർ പറഞ്ഞത് 100 ജന്മം കൊണ്ട് നേടാൻ കഴിയാത്തത് ഈ ഒരു ജന്മം കൊണ്ട് നേടിക്കഴിഞ്ഞു എന്നാണ്. अभी हमें एक बारी आ गई, हमें एक रिजोल्यूशन लेना, एक ओथ लेना, एक संकल्प लेने की, कि हम कुछ उसके अनुसार हम डिसाइड करें, कुछ कमिटमेंट करें पक्का. നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കേണ്ട അവസരമാണ്. നമ്മൾ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ലംഘിക്കാൻ പാടില്ല. അത്തരത്തിൽ ഉറച്ച ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയം ആഗതമായിരിക്കുന്നു.
पहला कमिटमेंट सेवनम आरोग्यम संस्कारम। ये केवल शब्द नहीं है, ये हमारी रूह है, ये हमारी आत्मा है, ये हमारा दिल है। हमारे सोच में हमारा जीवन इन्हीं बातों पर चलना चाहिए कि हम दुनिया को स्वस्थ करें, दुनिया की सेवा करें और एक वैल्यू जो होनी चाहिए, जीवन मूल्य, उनकी स्थापना करें। पहला संकल्प हमारा ये है। അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ രഹസ്യം എന്താണ്? സാറ് തന്നെ മലയാളത്തിൽ പറഞ്ഞിട്ടും കൈയടിക്കാതിരിക്കുന്ന ആളുകളെ ഞാൻ ആലോചിക്കുന്നത്, സേവനം, ആരോഗ്യം, സംസ്കാരം, ഈ 3 കാര്യങ്ങൾ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനം, അത് നമ്മുടെ ഒരു പ്രതിജ്ഞയാവണം. തയ്യാറാണോ? ആർ യു റെഡി? यस, मैंने एक चीज बोली थी, याद रखना, शब्द नहीं है ये। शब्दों से और ये हाथ खड़ा करने से काम नहीं चलेगा, इसको जीवन का आधार बनाना पड़ेगा। इसी के लिए ही जीना है, और कोई जीवन के मकसद जितने भी हैं उनको हटा दीजिए लाइफ में से। एक ही मकसद, सेवनम आरोग्यम संस्कारम, इसी के लिए जीना। അതായത് ഇവിടെ ഇരുന്ന് കൈയടിച്ചത് കൊണ്ടോ കൈയുയർത്തിയത് കൊണ്ടോ യേശു പറഞ്ഞുകൊണ്ടോ കാര്യമില്ല. ഇത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഇത് നമ്മുടെ ഭാവമായിട്ടും ചിന്തയായിട്ടും പ്രവൃത്തിയായിട്ടും മാറ്റണം. അതല്ലാതെ വേറൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മുന്തിയ പരിഗണന, പ്രഥമ പരിഗണന ആർസിമിന് കൊടുക്കണം. അപ്പോൾ മാത്രമാണ് ഈ പറയുന്ന ഫലം നമുക്ക് നേടാൻ കഴിയുക. മനസ്സിലായോ? മനസ്സിലായോ? दूसरा हम संकल्प लेंगे, इस आरसीएम के कार्य को इतना पवित्र, इतना अनुशासित और इतना अच्छा बनाएंगे कि हिंदुस्तान का, अभी मैं चलो वर्ल्ड वाइड बात नहीं करता हूँ, हिंदुस्तान का हर बच्चा अपने को कुछ भी प्रोफेशन चुनना हो, कैरियर चुनना हो, तो सबसे फर्स्ट प्रायोरिटी में नाम लिया जाना चाहिए आरसीएम का। വേറെ ഇവിടുത്തെയും പറയണ്ട, ഇന്ത്യയിലെ അടുത്ത തലമുറയിലെ കുട്ടികൾ അവരുടെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രൊഫഷൻ ഏത് സെലക്ട് ചെയ്യണം എന്ന് അവർ ചിന്തിക്കുമ്പോൾ ഒന്നാം സ്ഥാനമായിട്ട് വരേണ്ടത് ആർസ്യമായിരിക്കണം. അങ്ങനെ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയണം. तीसरा, हमें अपने आसपास, अपने रिश्तेदार, अपना परिवार जहाँ भी है, हमें आरसीएम उतने अच्छे तरीके से करना है, क्योंकि उनको वो चेक करते हैं आपको कि आपका वो कैसा है, मेरा कैरियर के लायक है कि नहीं है, उतना मेरा लाइफ का बारे में कुछ ऐसा, मेरा जो प्रोफाइल है वो आरसीएम करते हुए कुछ अच्छा कहलाएगा कि नहीं कहलाएगा, मेरी कोई मुझे लड़की अच्छी मिलेगी कि नहीं मिलेगी मैं अगर आरसीएम करता हूँ तो, ग्रोथ इसमें कितनी है, कितना, वो सारी चीज़ें चेक करता है ना, नई पीढ़ी सब चीज़ें चेक करती है। तो हमें आरसीएम को ऐसे करना है कि हर एग्ज़ाम में छोटे बच्चे, परिवार, पड़ोसी, रिश्तेदार, हमारे टीचर, हमारे कलीग्स, सबको लगे कि सबसे अच्छा काम तो जिंदगी का यही है। അതായത് നമ്മൾ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഈ നന്മയിലേക്ക് ആളുകളെ എത്തിക്കണമെങ്കിൽ എല്ലാവരുടെയും നോട്ടത്തിൽ ആർസ്യമാണ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഇതെല്ലാവരിലേക്കും എത്തിക്കണം. എല്ലാവർക്കും, നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നമ്മുടെ പരിചയക്കാര്, നമ്മുടെ അടുത്ത വീടുകളിലെ ആളുകൾക്കൊക്കെ നമ്മുടെ മാറ്റം കണ്ടുകൊണ്ട് ഏറ്റവും മുന്തിയ പരിഗണന ജീവിതത്തിൽ കൊടുക്കേണ്ടത് ആർസ്യമിനാണെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. और ये सब हम ठीक कर रहे हैं कि नहीं कर रहे हैं, इसका एग्जाम भी देने के लिए तैयार है क्या? कौन कौन एग्जाम देने के लिए तैयार है? ഇത് നമ്മൾ
ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു പരീക്ഷ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ ആശയം എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ, ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊരു പരീക്ഷ നടത്താം. അങ്ങനെ ഒരു പരീക്ഷ എഴുതാൻ നിങ്ങൾ എത്ര പേര് തയ്യാറുണ്ട്? നിങ്ങൾ ചെയ്യുന്നതിലെ തെറ്റും കുറവും പരിശോധിക്കുകയാണ്. റെഡിയാണോ? യെസ്. इसकी परीक्षा है आपकी रेगुलर ग्रोथ. ആ പരീക്ഷയാണ് നിങ്ങളുടെ റെഗുലർ ഗ്രോത്ത്. അതായത് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുമ്പോൾ നിങ്ങൾ ശരിയായി ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൻ്റെ പരീക്ഷയാണ് നിങ്ങളുടെ വളർച്ച. क्योंकि आप गलत तरीके से करेंगे, एक बार ग्रोथ ला सकते हैं, समटाइम्स ग्रोथ ला सकते हैं, लेकिन रेगुलर ग्रोथ के लिए आपको फेयर तरीके पे आना ही पड़ेगा. അതായത് നിങ്ങൾ ശരിയായ രീതിയിലാണോ അല്ലയോ ചെയ്യുന്നത് എന്നറിയാൻ ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. നിങ്ങളുടെ വളർച്ച വല്ലപ്പോഴും ഒരു വളർച്ച ഉണ്ടാകുന്നതും ചിലപ്പോഴൊക്കെ വളർച്ച ഉണ്ടാകുന്നതും സ്ഥിരമായി വളർച്ച ഉണ്ടാകുന്നതും ഇതിനെ നിങ്ങൾ തന്നെ വിലയിരുത്തൂ. സ്ഥിരമായി ഒരാൾക്ക് വളർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ ശരിയായി ചെയ്യുന്നു എന്നാണ്. അഥവാ സ്ഥിരമായി വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ശരിയായി ചെയ്യുന്നില്ല എന്നാണ്. അതാണ് നമ്മുടെ പരീക്ഷ. कितनी ग्रोथ का वो परसेंटेज भी बता दीजिए. साहब ने जो बताया. യെസ്. അപ്പോൾ വളർച്ചയുടെ പെർസെൻറ്റേജ്, വൈറ്റൽ അച്ചീവേഴ്സ് നിങ്ങൾ ശരിയായി ചെയ്യുകയാണെങ്കിൽ വൈറ്റൽ അച്ചീവേഴ്സിന് എല്ലാ മാസവും 100% ഗ്രോത്ത് നേടാൻ കഴിയും. ശരിയാണോ? ഒച്ച വരുന്നില്ല. വൈറ്റൽ അച്ചീവേഴ്സ് എന്ന് പറയുമ്പോൾ ഓപ്പണർ, ഈഗിൾ, റണ്ണർ, വിന്നർ, സ്റ്റാർ വരെയുള്ള ആളുകൾക്ക് എല്ലാ മാസവും 100% ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡ് സൈഡും സെൽഫും കൂടെ വരുന്ന വോളിയത്തിന്റെ ഇരട്ടി നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ ശരിയായി നിങ്ങൾ സിസ്റ്റം ഫോളോ ചെയ്യുന്നു. എവിടെയെങ്കിലും നിങ്ങൾക്ക് കുറവ് വരുന്നുണ്ടെങ്കിൽ ചെറിയ പോരായ്മ ഉണ്ടെന്നാണ് അർത്ഥം. റോയൽറ്റിക്കാരെ സംബന്ധിച്ച് കുറഞ്ഞത് 50% വളർച്ച അതേപോലെ അവർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനം ശരിയാണ്, ഫുൾ മാർക്ക് അവർക്ക് കൊടുക്കാം. അവർക്ക് 50% ഗ്രോത്ത് കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ കുറച്ച് മാർക്ക് അവിടെ കുറയ്ക്കേണ്ടി വരും. ടെക്നിക്കൽ അച്ചീവേഴ്സിന് പണി കൂടുതലാണ്, അതുകൊണ്ട് പെർസെൻറ്റേജ് കുറച്ചിട്ടുണ്ട്. 25% ഗ്രോത്ത് നിങ്ങൾ എല്ലാ മാസവും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്കിന് അർഹതയുണ്ട്. അത്രയും ഗ്രോത്ത് കൊണ്ടുവരുന്നില്ലെങ്കിൽ നിങ്ങളുടെയും കുറച്ച് മാർക്ക് കട്ടാവും. മനസ്സിലായോ? കുറച്ച് പേർക്കായി മനസ്സിലായല്ലോ. മനസ്സിലായോ? വൈറ്റലിന് 100%, റോയൽറ്റിക്ക് 50%, ടെക്നിക്കൽ 25% ഗ്രോത്ത് എവരി മന്ത്, എല്ലാ മാസവും. അല്ലാതെ 3 മാസം കൂടുമ്പോൾ 6 മാസം കൂടുമ്പോഴല്ല. മനസ്സിലായോ? അപ്പൊ ഒന്ന് ഉറക്കം പറഞ്ഞേ, ഒരിക്കൽ കൂടി आपको जो ताकत लगानी पड़ रही है ना, वो 100 to 50 and 25 के लिए, पहले हमको ग्रोथ के लिए भी ताकत लगानी पड़ती थी कि रेगुलर ग्रोथ हो ही नहीं सकती. पर जब हमने थोड़ा सा ये सेवनम आरोग्यम संस्कारम पे काम करना शुरू किया तो रेगुलर ग्रोथ आई. आज इतने सारे अचीवमेंट मिले. आज जो शब्द आपको मुश्किल लग रहे हैं साथियों, मुझे वो फीचर दिख रहा है, मुझे वो पता है कि ये मुश्किल नहीं. आप किसी दिन ये बोलेंगे कि ये तो बहुत कम परसेंटेज आपको हमें बताया गया. ഇത് പറയുമ്പോൾ ചിലപ്പോൾ പ്രയാസമാണ് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പല ആളുകൾക്കും സംശയമുണ്ടായിരുന്നു. പറയാൻ ഇതുപോലെ ശബ്ദമുയർത്തി പറയാൻ ആളുകൾ മടിച്ചിരുന്നു. പക്ഷേ ആ ചിന്ത, ആ തീരുമാനം, ആ പ്രമോഷൻ ശരിയായിരുന്നു എന്നാണ് ഇന്ന് വരെയുള്ള കണക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്രോത്തിന്റെ ഫോർമുല ഉച്ചത്തിൽ പറയാൻ നമ്മൾ മടിക്കേണ്ടതില്ല. അത് യാഥാർത്ഥ്യമാകുമെന്നാണ് സാർ പറയുന്നത്. ഒരിക്കൽ കൂടി നല്ലൊരു കൈയടിയാകാം. अरे एक बार इनसे पूछ लेंगे, इतनी ग्रोथ किसी की जरूरत भी है, चाहिए या चाहिए ही नहीं? ഇങ്ങനൊരു വളർച്ച ആവശ്യമുണ്ടോ? ശരിക്കും അങ്ങനെ ഗ്രോത്ത് ആവശ്യമുള്ളവർ എത്ര പേരുണ്ട്? യെസ്. ഗ്രോത്ത് നേടണമെന്ന് ആഗ്രഹമുള്ളവർ യെസ്. चाहिए चाहिए तो इसका सीधा रास्ता है
जो ऊपर वाले ने बता रखा है, इतने हम अच्छे बन जाएं, सर्विस, सेवा, इतनी सेवा करो कि पूरा इंडिया आपको आरसीएम को जानने लग जाए। इतनी सेवा करो। सेवा की एक्टिविटी ग्रुप में और इंडिविजुअल लेवल पे भी। हम इंसान ही सेवा के लिए बन जाए। हम लोगों को स्वस्थ करना चाहें, हम लोगों की गरीबी दूर करना चाहें, हम लोगों के आपस के झगड़े मिटाना चाहें, अच्छा समाज बनाना चाहें, ये सेवा करो। स्वास्थ्य पे काम करो, वो भी सेवा ही है। और सब आपस में एक जो है स्नेह है, वो स्नेह स्थापित करो। ये ग्रोथ ही ग्रोथ है सर, ग्रोथ ही ग्रोथ है। पूरा देश आपके साथ जुड़ेगा, पूरा देश। हर बच्चा आरसीएम के साथ आएगा। तो आप जो ग्रोथ चाह रहे हो वो उसका रास्ता यही है। यही रूपांतरण यात्रा का मकसद है। अगर रूपांतरण यात्रा होने के बाद में हम जो पहले की ग्रोथ हो रही है वैसा ही ग्रोथ कर रहे हैं, तो ये रूपांतरण यात्रा नहीं है। अभी उसमें आपको आप जीत नहीं पाओगे। अभी कंपटीशन पूरे देश का हो गया है, पूरे देश में क्रांति हो गई है। अगर रूपांतरण यात्रा के बाद भी हम वही माइंड सेट उसी तरीके पे चलेंगे तो ये तो रूपांतरण यात्रा हुई नहीं, ये तो नॉर्मल यात्रा हो गई, नॉर्मल सेलिब्रेशन प्रोग्राम हो गया। रूपांतरण यात्रा का मतलब हमने जो अब तक किया है वो एक सैंपल था, वो एक पायलट प्रोजेक्ट था। आरसीएम तो शुरू अब होना है। എങ്ങനെയാണ് ഈ ഗ്രോത്ത് നേടാൻ പറ്റുക? വളരെ സിമ്പിളാണ്. ഈ 3 കാര്യങ്ങൾ: സേവ, മനുഷ്യൻ പറയാറില്ലേ നല്ല കാര്യം ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. അപ്പോൾ എന്താണ്? മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ആർസിഎം ഒരു ഉപകരണമാക്കി ഉപയോഗിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവ. അങ്ങനെ ആരോഗ്യം എല്ലാവർക്കും കൊടുക്കുമ്പോൾ, ഈ നന്മ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു നല്ല സംസ്കാരമായി മാറുന്നു. സ്നേഹത്തിന് മുമ്പിൽ തീരാത്തതൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നമ്മുടെ മഹാരാജ്യത്തെ മുഴുവൻ കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ഈ രൂപാന്തര യാത്ര എന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഫലം എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും. കൂടുതൽ ആളുകളിലേക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഈ നന്മ എത്തിക്കുക, അതിനുള്ള മുദ്രാവാക്യമാണ്, അതിനുള്ള സൂത്രവാക്യമാണ് ഇത്: സേവനം, ആരോഗ്യം, സംസ്കാരം അഥവാ സ്നേഹം. തയ്യാറാണോ? जैसे मैंने अपना रास्ता तय कर लिया है कि जो ऊपर वाला कहता है वो करते रहो, बाकी सब ऊपर छोड़ दो। मैं अपनी तरफ से नहीं कह रहा हूँ, वही बात मैं आपके साथ दोहरा रहा हूँ। जो इशारा हमें मिल रहा है वो आप करते रहो, बाकी सब छोड़ दो, बाकी सब छोड़ दो। सब अपने आप होता है और आपकी शक्ति इतनी बढ़ जाती है। जहाँ आम आदमी अपना जीवन चलाने के लिए वो मुश्किलों का सामना करता रहता है, वहाँ हम आरसीएम के माध्यम से अस्तित्व ने हमें वो ताकत दी है कि पूरा दुनिया बदल सकते हैं। ये बात शायद देश का बड़े से बड़ा व्यक्ति नहीं कह सकता है, लेकिन हम आरसीएम के प्लेटफॉर्म से ये कह सकते हैं कि हम नए भारत का निर्माण कर सकते हैं। അതായത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ മോളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അതനുസരിച്ച് ഇത് ആളിലേക്ക് എത്തിക്കുക, അത് മാത്രം ചെയ്താൽ അതിലൂടെ കിട്ടാൻ പോകുന്ന റിസൾട്ട് അതിശക്തമായിരിക്കും, വളരെ വലുതായിരിക്കും. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും. നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു സംവിധാനത്തിൻ്റെ ശക്തി കൊണ്ട് നേടിയെടുക്കും. അത് നമുക്ക് കാണാൻ കഴിയണം. तो हम सब मैं समझता हूँ आप पूरी तरह से डिसाइड कर चुके हैं। रूपांतरण यात्रा का मकसद आप समझ चुके हैं, हमें जो बदलाव लाने हैं वो आप समझ चुके हैं। तो हम सब मिलकर आज संकल्प लेते हैं कि एक ऐसी घटना, एक ऐसा इतिहास बनाएंगे जो हजारों सालों में जैसा नहीं हुआ है वैसी कोई घटना घटित करें, तब तो आरसीएम करने का मज़ा है। अन्यथा ये सब मैं समझता हूँ हम उस चीज़ का उतना फ़ायदा ही नहीं ले पाएंगे। അതായത് യഥാർത്ഥത്തിൽ രൂപാന്തരം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്താണെന്ന് പറഞ്ഞു.
അത് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മനോഭാവത്തോടു കൂടി നമ്മൾ പ്രതിജ്ഞയെടുത്ത് അത് നടപ്പിലാക്കുന്നതിന് പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റം 1000 വർഷത്തിനിപ്പുറം നടക്കാത്ത ഒരു കാര്യമായിരിക്കും. നമ്മളെല്ലാവരും ചേർന്ന് ആർച്ചമിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. അത്തരത്തിലൊരു മാറ്റമായിരിക്കും നമ്മൾ ഭാരതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് യഥാർത്ഥ നവഭാരതം. तो आपने मेरी बातों को ध्यान से सुना, मूर्ति जी ने आपको अपनी लैंग्वेज में अच्छी तरह से समझाया। और वैसे तो मैंने देखा है कि कुछ ज़्यादा शब्दों की ज़रूरत ही नहीं होती है, क्योंकि बात अगर यहाँ से निकली है और वहाँ तक चली गई ना, तो कोई भी शब्द की ज़रूरत ही नहीं होती है। और आप लोग इतने अच्छे हैं, इतना मुझे अच्छा लगता है यहाँ, क्या बताऊँ आपको, यहाँ आकर बहुत ही अच्छा लगता है। मैं उसको बयां भी नहीं कर सकता हूँ, क्योंकि मैं कहाँ, एक राजस्थान का एक छोटे से गांव का रहने वाला इंसान, और आज मुझे केरल में आकर इतना जो वो आनंद मिलता है, इतना स्नेह मिलता है, इतनी सेना मिलती है। आपने मुझे उस लायक बनाया कि यहाँ अगर मैं ऐसी बात बोल सकता हूँ, नहीं तो मेरी क्या औकात है। आपने मुझे दी है, वो शक्ति दी है, पूरे देश ने भी दी है, लेकिन आपका केरल का भी एक बहुत बड़ा हाथ है, जिसके माध्यम से आज हम वो बात सोचने के लायक बने हैं। तो बहुत अच्छा लगता है। मैं इतना ज़्यादा धन्यवाद देना चाहता हूँ कि मैं कैसे दूँ, मुझे वो समझ में नहीं आता है। बहुत ज़्यादा मैं धन्यवाद देना चाहता हूँ आपको। और मैं साथ में ये एक कमिटमेंट करना चाहता हूँ कि मेरे लिए इस आरसीएम अभियान के अलावा ज़िंदगी में कुछ भी नहीं है। मेरे कुछ चाहिए, कुछ भी नहीं। मुझे सिर्फ एक ही चाहिए, ऊपर वाले का बार बार इशारा है कि एक ऐसा देश बनाओ जहाँ हर कोई हर किसी के लिए जिए, आपस में बिल्कुल ऐसा एक ऐसा स्नेह बंधन हो और बड़ा आनंद आए जीने में। स्वर्ग के शब्द मरने के बाद नहीं दिखे। हमें एक ऐसा देश बनाना है जहाँ पूरी दुनिया बोले कि स्वर्ग में जाना हो तो हिंदुस्तान में चले जाओ। അവസാനം പറഞ്ഞ കാര്യം ആദ്യം പറയാം. അതായത് സ്വർഗത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ മരിച്ചിട്ടല്ല. യഥാർത്ഥ സ്വർഗം കാണണമെങ്കിൽ ഭാരതത്തിൽ പോകണം, ഇന്ത്യയിൽ പോകണമെന്ന് ആളുകളെ കൊണ്ട് പറയിക്കണം. എങ്ങനെ? ഈ പറയുന്ന കൂട്ടായ്മയുടെ ശക്തി പറഞ്ഞത് എന്താണ് നമ്മൾ ചെയ്യുക? എന്നെ സംബന്ധിച്ച് ആർസ്യമാണ് ഏറ്റവും പ്രിയോറിറ്റി. ഇതിനപ്പുറം എൻ്റെ ജീവിതത്തിൽ മറ്റൊന്നില്ല. എല്ലാം ആർസ്യമിൽ സമർപ്പിതമാണ്. അപ്പോൾ ഈ നന്മ ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കി, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും സ്നേഹം, പരസ്പരം, അതായത് ഓരോരുത്തരും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് അവരവർ തിരിച്ചറിയുകയും മറ്റുള്ളവർ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സേവനം യാഥാർത്ഥ്യമാകുന്നത്. അങ്ങനെയാവണം നമ്മൾ, അങ്ങനെയാക്കണം ഇന്ത്യയെ. ആർ യു റെഡി? बहुत बहुत धन्यवाद। कौन कौन मेरे से दोस्ती करना चाहता है? सबको हिंदी आता है। मेरी दोस्ती की राह थोड़ी मैंने बता दी है ना। आपको अपने सारे पर्सनल स्वार्थ छोड़ने होंगे ना। दोस्ती आपने सोचा कि दोस्ती का मतलब फ़ोटो खिंचाना, मिलना, वैसा नहीं है। दोस्ती का मतलब हमारी लाइफ अपने लिए है ही नहीं, वैसी दोस्ती कौन कौन करना चाहता है? एक बार आप और അതായത് എന്നോടൊപ്പം സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരാണെന്ന് ചോദിച്ചു. കുറച്ച് പേര് കൈപൊക്കി. പക്ഷേ സൗഹൃദം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സ്നേഹമല്ല, നമ്മൾ വിചാരിക്കുന്നതിനൊരു സൗഹൃദമല്ല. കാരണം രാജസ്ഥാനിൽ എവിടെയോ ഒരു ഗ്രാമത്തിൽ ജനിച്ച ആരും അറിയാതിരിക്കേണ്ട ഞാൻ ഇന്ന് ഇവിടെ വന്നെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ സ്നേഹമാണ്. അതുപോലെയുള്ള സ്നേഹം കിട്ടണമെങ്കിൽ ആ തലത്തിൽ നമുക്ക് ആർസ്യം ഏറ്റെടുക്കാൻ കഴിയണം. അവനവന് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ആർസ്യം സമർപ്പിതമായി ചെയ്തുകൊണ്ട് അങ്ങനെ എൻ്റെ സ്നേഹം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനെത്ര പേര് തയ്യാറാണ്? बहुत बहुत धन्यवाद।
अब अंत में एक हिंदी का एक गीत है हिंदी में, परंतु वो दोस्ती की जो अंदर जो जाना है ना, उसको उस गीत को सुनेंगे। जिनको हिंदी आती है बहुत अच्छी बात है, जिनको नहीं आती है वो उस धुन के साथ ये भीतर जाने देंगे, क्योंकि अभी हम दिमाग से सुन रहे हैं, दिल से, तो दिल के अंदर कुछ जाने दें, कुछ उतरने दें। बस उसके बाद मैं अपना स्थान ग्रहण करूँगा। मैं रिक्वेस्ट करूँगा एक गीत चला दें। അപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് നല്ലൊരു മ്യൂസിക്കാണ്. സാർ പാടും. ഒരു പാട്ട് പാടണേ എന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങി, അത് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് തരികയാണ്. അപ്പോൾ മനസ്സിലാകുന്നവർ അർത്ഥം ഉൾക്കൊള്ളുക, അല്ലാത്തവർ കേട്ട് ആസ്വദിക്കുക. हम गीत थोड़ा खड़े होकर सुनेंगे सर। हाँ बैठे रहे सर, बैठे थोड़ा उसके साथ में थोड़ा आपको जैसे भी अच्छा लगे, लेकिन ഇരുന്നും കേൾക്കാം, എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ പാട്ടോടൊപ്പം ഒന്ന് ആടാനും കൈയടിക്കാനൊക്കെ കഴിഞ്ഞാൽ അതൊരു അവിസ്മരണീയമായ സന്തോഷത്തിന്റെ നിമിഷമാകും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. യെസ്, चलिए स्टार्ट कर देते हैं। यस रोशनी बन जाओ, अंधेरों को मिटाओ, आरसीएम के दीप बनकर नई दुनिया बनाओ। रोशनी बन जाओ, अंधेरों को मिटाओ, आरसीएम के दीप बनकर नई दुनिया बनाओ। सपनों की चाह में, उम्मीद की राह में, हर दिल को सजाओ, हर मन को जगाओ, ज्ञान की किरण बन, सेवा का प्रण बन, संस्कार की धार से जीवन को चमकाओ। रोशनी बन जाओ, अंधेरों को मिटाओ, आरसीएम के दीप बनकर नई दुनिया बनाओ। मुश्किलों से मत डरना, साहस से आगे बढ़ना, हर मन हर जन में नया विश्वास भरना, सबको अपना बनाना, हर दूरी को मिटाना, प्रेम का संदेश देकर नई दुनिया बनाना। जब थके कदम तो उम्मीद जगाना, आरसीएम के प्रकाश से हर दिल को रोशन बनाना। रोशनी बन जाओ, अंधेरों को मिटाओ, आरसीएम के दीप बनकर नई दुनिया बनाओ। रोशनी बन जाओ, अंधेरों को मिटाओ, आरसीएम के दीप बनकर नया इतिहास लिख जाओ। बहुत बहुत धन्यवाद। जा रहा हूँ पर मुझे लगता है मेरी आत्मा यही है। बहुत बहुत धन्यवाद।